സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. വളരെ പ്ലസന്റ് മൂഡോട് കൂടി എല്ലാവരും അത് പഠിക്കണം. അത് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യമുള്ളൂ. ആരും ഫോർമുലാസ് ഒന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. നമുക്കിത് ചാപ്റ്റർ 1 by 1 ആയിട്ട് ഇങ്ങനെ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ. മലയാളം മീഡിയത്തിലുള്ള കുട്ടികളോട് ഞാനൊരു കാര്യം പറയുന്നു. ഈ സീക്വൻസ് എന്ന ഇംഗ്ലീഷ് വേർഡ് നമ്മൾ പറയുമ്പോൾ ശ്രേണി, നിങ്ങൾ പഠിക്കുന്നത് ശ്രേണി എന്ന വാക്കാണ് സീക്വൻസ്. അതുപോലെ ടേം എന്ന് പറയുന്നതാണ് പദം. ടേം പദം, സീക്വൻസ് ശ്രേണി, സംഖ്യാക്രമം അല്ലെങ്കിൽ സംഖ്യ പാറ്റേൺ എന്ന് പറയുന്നതാണ് സംഖ്യാശ്രേണി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലേക്ക് പോവാം. അരിത്മെറ്റിക് സീക്വൻസ് പഠിക്കുമ്പോൾ ആദ്യം എന്താണ് സീക്വൻസ് നോക്കാം. ഒരു സീക്വൻസ് ആണെങ്കിൽ മാത്രമാണ് ആ സംഖ്യകളുടെ പാറ്റേൺ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആവുള്ളൂ. അപ്പോൾ സീക്വൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഇനി അതിനു മുമ്പ് എന്താണ് ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് എന്നുള്ളതെന്ന് പറയാം. സീക്വൻസ് അഥവാ ശ്രേണി എന്ന് പറയുന്നത് കുറച്ച് നമ്പേഴ്സിനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ആ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് വെറുതെ ഇങ്ങനെ എഴുതിയിരിക്കുന്നതാവില്ല. അത് കൃത്യമായ ഒരു റൂൾ ഉണ്ടാവും. എന്തെങ്കിലും ഒരു റൂൾ പ്രകാരം എഴുതിയിരിക്കുന്ന നമ്പേഴ്സിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ശ്രേണിയാണ് നമ്മൾ എന്നൊരു സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എന്ന് പറയണമെങ്കിൽ അതിന് കൃത്യമായ ഒരു റൂൾ ഉണ്ടായിരിക്കണം. അങ്ങനെ കൃത്യമായ റൂൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കുറച്ച് നമ്പേഴ്സ്, കുറച്ച് ടേംസ് അല്ലെങ്കിൽ കുറച്ച് പദങ്ങൾ ഇവിടെ എഴുതി അടുത്തത് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ അതൊരു സീക്വൻസ് ആയിരിക്കണം. സീക്വൻസ് ആണെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു റൂൾ ഉണ്ടാവണം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇതൊരു ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് ആണോ എന്നുള്ളത് നോക്കി. 1 3 5 7, അടുത്തത് എന്താണ് 9 11 13 അങ്ങനെ പോകും. അപ്പോൾ ഇതിനൊക്കെ റൂൾ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റിയത്. എന്താണ് ഇതിന്റെ റൂള്? ഇത് നമ്മളുടെ ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ. 1 കഴിഞ്ഞാൽ 3 5 7 9 ഓഡ് നമ്പേഴ്സ് ആണ്. അതിന് കൃത്യമായ റൂൾ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയിൽ നമുക്ക് എങ്ങനെ അടുത്ത് കണ്ടുപിടിക്കാം? 1ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3 കിട്ടുന്നത്. ദെൻ 3ൽ നിന്ന് 2 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടുന്നു. 5ൽ നിന്ന് അഗൈൻ 2 ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുന്നു. 7 + 2 9 കിട്ടുന്നു. അപ്പോൾ വീണ്ടും 2 വെച്ച് ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ശ്രേണി എത്ര വേണമെങ്കിലും അങ്ങ് എഴുതി പോവാം. അപ്പോൾ അതിന് കൃത്യമായ റൂൾ ഉണ്ട്. അതുകൊണ്ട് അതെന്താണ്? അതൊരു ശ്രേണിയാണ്. ഇനി അതിനുശേഷം ശ്രേണി ആണെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളത് നോക്കാം. ശ്രേണി ആണെങ്കിലാണ് അത് അരിത്മെറ്റിക് സീക്വൻസ് ആവുന്നുള്ളൂ, ആവാൻ സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന് ഇടയിലുള്ള ഒരു പദത്തിൽ നിന്ന് അടുത്ത പദത്തിലേക്ക് പോകുമ്പോഴുള്ള അകലം അഥവാ ഡിസ്റ്റൻസ്, ഇത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ പദത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേമിലേക്ക് പോകുമ്പോഴുള്ള അകലം എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിനെ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 3 - 1 3 - 1 എത്ര കിട്ടി? 2. അപ്പൊ ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള അകലം 2 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഇത് മാത്രം കണ്ടുപിടിച്ചാൽ പോലെ ബാക്കി എല്ലാ പദങ്ങളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് 2 തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടൈമിലേക്കുള്ള അകലം ഡിസ്റ്റൻസ് എത്രയാണ്? തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം 5 - 3 അഗൈൻ നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് നമുക്ക് ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ത് കിട്ടിയിട്ടുണ്ട്? 2 കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്ത ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസും 2 തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. 7 - 5 എന്ത് കിട്ടി? 2 കിട്ടി. അപ്പോൾ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത പദങ്ങൾ തമ്മിലുള്ള അകലം ഈക്വൽ ആണെങ്കിൽ അതെന്തായി? അരിത്മെറ്റിക് സീക്വൻസ് ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മുടെ ടേം അല്ലെങ്കിൽ പദം എങ്ങനെ കണ്ടുപിടിക്കും? ഈ കോമൺ ആയിട്ടുള്ള ഈ വരുന്ന ഡിസ്റ്റൻസിനെ ആഡ് ചെയ്യണം. ഈ 7ന്റെ കൂടെ ഈ 2നെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 9. 9 + 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 11. ദെൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ അല്ലെങ്കിൽ തൊട്ടടുത്ത പദങ്ങളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 2 ആണ് ഇടയിൽ വരുന്ന ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസിനെ ഈക്വൽ ആയിട്ട് കിട്ടുന്ന ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഈ രണ്ട് ടേംസ് പഠിച്ചു വെക്കുക. ദെൻ കോമൺ ഡിഫറൻസ് നമുക്ക് സെയിം ആയിട്ട് കിട്ടിയത് കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് അത് നമുക്ക് 2 ആണെന്ന് കിട്ടി. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് ആയിട്ട് കിട്ടിയത് കൊണ്ട് നമുക്ക് ഈ സീക്വൻസ് എന്താണെന്ന് പറയാം? അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. അപ്പോൾ ആദ്യം സീക്വൻസ് ആണോ എന്നുള്ളത് കണ്ടുപിടിച്ചു. ദെൻ അരിത്മെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ ഒരു റൂൾ ഉണ്ട്.
എന്താണ് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അകലം എപ്പോഴും എല്ലായിടത്തും സെയിം ആണെങ്കിൽ അതെന്താന്ന് പറയാം? അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 1, 5, 7, 10, 11, 15 എഴുതിയിട്ടുണ്ട്. ദെൻ ഇനി ഇത് തമ്മിൽ എന്തെങ്കിലും ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉള്ളതായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1-ൽ നിന്ന് 5, 5-ൽ നിന്ന് 7, 7-ൽ നിന്ന് 10 അങ്ങനെ പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു റൂളും ഇല്ല എന്നുള്ളത് മനസ്സിലാവും. എന്നാലും നമ്മളൊന്ന് നോക്കുക. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഇടയിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് ഇത് കിട്ടുന്നത് 4 ആണ്. തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഡിഫറൻസ് കിട്ടും, അത് 2 ആണ്. Then 10 minus 7, 3. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലായി ഇതൊരു സീക്വൻസ് അല്ല. സീക്വൻസ് അല്ലെങ്കിൽ അത് അരിത്മെറ്റിക് സീക്വൻസ് ആകില്ല. ദെൻ നമ്മൾ എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിനിടയിൽ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല, ഒരു പ്രത്യേക റൂൾ പ്രകാരം ഒന്നും അല്ല ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് സീക്വൻസേ അല്ല. സീക്വൻസ് അല്ലെങ്കിൽ പിന്നെ അത് അരിത്മെറ്റിക് സീക്വൻസ് ആവില്ല. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ 1, 4, 9, 16, 25 എക്സെട്ര. ഈ നമ്പേഴ്സിന് എന്തെങ്കിലും ഒരു ഓർഡർ ഉണ്ടോ നോക്കൂ. ഇതിലുള്ള ഓർഡർ നമുക്കറിയാം. നാച്ചുറൽ നമ്പേഴ്സ് നമ്മുടെ 1, 2, 3 നമ്പേഴ്സിന്റെ സ്ക്വയർ കാണുമ്പോൾ കിട്ടുന്ന കംപ്ലീറ്റ് സ്ക്വയറുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പറുകൾ അല്ലെ. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ എണ്ണൽ സംഖ്യകളുടെ പൂർണ്ണവർഗങ്ങളായിട്ടുള്ള അതിന്റെ വർഗം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന് എന്തുണ്ട്? കൃത്യമായൊരു റൂൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത നമ്പറുകൾ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാം. 25 കഴിഞ്ഞാൽ ഈ ശ്രേണിയിൽ അടുത്ത് വരുന്ന പദം അല്ലെങ്കിൽ ടേം ഏതായിരിക്കും? 6ന്റെ സ്ക്വയർ. 6 × 6 36. 36. അടുത്തത് ഏതായിരിക്കും? 7ന്റെ സ്ക്വയർ. സ്ക്വയർ ഓഫ് 7 49. 49. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് കൃത്യമായ റൂളോട് കൂടിയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് ആണ് ഇത്. അപ്പൊ ഇങ്ങനെ കൃത്യമായ റൂൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താന്ന് പറഞ്ഞത്? സീക്വൻസ് ആണ്. സീക്വൻസ് ആണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അരിത്മെറ്റിക് സീക്വൻസിന്റെ റൂൾ എന്താണ്? തൊട്ടടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് കോമൺ ഡിഫറൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമുക്ക് ഇതിന്റെ ഇടയിലുള്ള ഡിഫറൻസ് എല്ലാം സെയിം ആണോ, അത് കോമൺ ആയിട്ട് ഒരു ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെ ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കും? 4 - 1 എന്ന് പറയുന്നത് എത്രയാണ്? 3. ദെൻ അടുത്ത ടേം തേർഡ് ടേമും സെക്കൻഡ് ടേമും 9 - 4 5. 16 - 9 7. അപ്പോൾ 3 ടേമിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അത് കോമൺ ആയിട്ടൊരു ഡിഫറൻസ് അല്ല, അതായത് ഇതിനിടയിലുള്ള അകലം സെയിം അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എന്തല്ല എന്ന് പറയാം? അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ ഇത് സീക്വൻസ് ആണ്, പക്ഷെ അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഇനി അടുത്തത് നോക്കിയേ, ലാസ്റ്റ് 1 11 21 31 എക്സെട്ര. അപ്പോൾ ഈ ഒരു നമ്പർ പാറ്റേണിന്റെ സിമിലാരിറ്റി എന്താണ്? നമ്മൾ ഓരോ നമ്പറും എൻഡ് ചെയ്യുന്നത് 1-ലാണ്. 1 11 21 31. അടുത്ത എന്തായിരിക്കും? 41. then 51. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ ഇത് തമ്മിലുള്ള ഇനിയിപ്പോൾ ഇതൊരു സീക്വൻസ് ആണ് അല്ലെ, ഇതൊരു സീക്വൻസ് ആണ്, കാരണം അടുത്ത നമ്പേഴ്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എത്ര എഴുതി? 10. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം അഗെയിൻ 10 കിട്ടും. then 31 - 21 10. അപ്പൊ എല്ലായിടത്തും നമുക്ക് ഡിഫറൻസ് 10 ആയിട്ട് കിട്ടി. കോമൺ ഡിഫറൻസ് നമ്മുടെ 10 ആണ്. അങ്ങനെ കോമൺ ഡിഫറൻസ് നമുക്ക് ഈ ഒരു സീക്വൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസും എക്സാമ്പിൾസും കൂടി നമുക്ക് നോക്കാം. സീക്വൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ ആണിത്. ഇതിൽ സീക്വൻസിന്റെ ഓർഡർ എങ്ങനെയാണെന്നുള്ളത് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്നത് കുറച്ച് സ്ക്വയേഴ്സ് ആണ്. ഈ സ്ക്വയേഴ്സിന്റെ പ്രത്യേകത അതിന്റെ ഓരോ സൈഡും വരുന്ന ലെങ്ത്. ഫസ്റ്റ് സ്ക്വയറിന്റെ സൈഡ് വരുന്ന ലെങ്ത് 1 cm. then സെക്കൻഡ് സ്ക്വയറിന്റെ 2 cm, തേർഡ് സെന്റിമീറ്റർ, 4 cm. ഓരോ വശങ്ങളുടെയും നീളം അല്ലെങ്കിൽ സൈഡിന്റെ ലെങ്ത് തന്നിരിക്കുന്നത് 1 cm, 2 cm, 3 cm, 4 cm. ഒബിയസ്ലി എന്തായിരിക്കും? നെക്സ്റ്റ് 5 cm സൈഡ് ലെങ്ത് വരുന്ന സ്ക്വയർ ആയിരിക്കും അടുത്തത്. പിന്നെ വരുന്നത് 6 cm ലെങ്ത് ആയിരിക്കും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇനി നമുക്ക് പറയാം, സീക്വൻസിലെ ഓരോ നമ്പേഴ്സിനെയും നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ടേം എന്നാണ്.
ടേം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പദം, ടേം അല്ലെങ്കിൽ പദം എന്നാണ് പറയുക. അപ്പം നമ്മൾ പദം എന്ന് പറയുമ്പോൾ ടേം അത് അതിൻ്റെ ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഉണ്ടാക്കാൻ പോവാണ്. ആ സീക്വൻസ് എന്ന് പറയുന്നത് ഈ സ്ക്വയേഴ്സിൻ്റെ ലെങ്ത് ആണ്. സ്ക്വയേഴ്സിൻ്റെ നമ്മൾ ലെങ്ത് അല്ലെങ്കിൽ ഒരു സൈഡിൻ്റെ ലെങ്ത് വെച്ചിട്ട് ഒരു സീക്വൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? 1 2 3 4 5 എക്സെട്ര. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. സെക്കൻഡ് ടേം, ടേമിൻ്റെ നമ്പറുകളാണ് ഞാൻ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 2, മൂന്നാമത്തെ ടേം 3, ഫോർത്ത് ടേം 4. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് കിട്ടുന്നത്. ഇനി അടുത്ത ഒരു സീക്വൻസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഈ സ്ക്വയറുകളുടെ പെരിമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പം എല്ലാത്തിൻ്റെയും സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 4 ഇൻറ്റു സൈഡ്. 4 ഇൻറ്റു സൈഡ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 1 സൈഡ്, ഒരു സൈഡിൻ്റെ ലെങ്ത് നമുക്ക് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4 ഇൻറ്റു 1 എത്രയാണ് വരുന്നത്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ 4. ആദ്യത്തെ ടേം കിട്ടി, നമുക്ക് 4 എന്നുള്ളത് കിട്ടി. ഇനി രണ്ടാമത്തെ ടേം പെരിമീറ്റർ വെച്ചിട്ട്, പെരിമീറ്ററിന്റെ ഒരു സീക്വൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടേം എത്രയായിരിക്കും? രണ്ടാമത്തെ സ്ക്വയറിന്റെ പെരിമീറ്റർ, രണ്ടാമത്തെ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ. 2 ഇൻറ്റു 4 8. 8 എന്നുള്ളതാണ് എന്ത്? രണ്ടാമത്തെ ടേം. ഇനി നമുക്ക് മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാം. മൂന്നാമത്തെ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എത്രയാണ്? 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ ഒരു സൈഡ് ലെങ്ത് ഉള്ള സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 3 ഇൻറ്റു 4. 3 ഇൻറ്റു 4 എത്ര വരുന്നത്? 12. അപ്പൊ നമുക്ക് തേർഡ് ടേം കിട്ടി. ഇനി ഫോർത്ത് ടേം എത്രയായിരിക്കും? ഫോർത്ത് ടേം നമുക്ക് വരുന്നത് എത്രയാണ്? 4 ഇൻറ്റു 4 എത്രയാ? 16 എക്സെട്ര. ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇനി അടുത്ത ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സീക്വൻസ് എന്താണ്? ഏരിയ. ഈ സ്ക്വയേഴ്സിന്റെ ഏരിയ കാണാന്നുള്ളതാണ് അടുത്ത സീക്വൻസ്. അടുത്ത സീക്വൻസിൽ ഫസ്റ്റ് ടേം, ടേം നമ്പർ 1 എത്രയായിരിക്കും? ഇതിന്റെ എങ്ങനെ ഏരിയ കാണാൻ ഇക്വേഷൻ? ഇങ്ങനെ സൈഡ് ഇൻറ്റു സൈഡ് എന്നുള്ളതാണ് നമുക്ക് എന്ത്? ഏരിയ കാണാനുള്ള ഇക്വേഷൻ. സൈഡ് ഇൻറ്റു സൈഡ് ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 എത്രയാ? 1. രണ്ടാമത്തെ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും? 2 ഇൻറ്റു 2 4. മൂന്നാമത്തെ ടേം, അതായത് മൂന്നാമത്തെ സ്ക്വയറിന്റെ ഏരിയ 3 ഇൻറ്റു 3 നമുക്ക് 9. നാലാമത്തെ സ്ക്വയർ 4 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ്. 4 ഇൻറ്റു 4 ഏരിയ കിട്ടും. നമുക്ക് 16. ഇറ്റ് കണ്ടിന്യൂസ്. ഇപ്പൊ നമുക്ക് 1 2 3 4 സീക്വൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈ സ്ക്വയറിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ആദ്യം ലെങ്ത്, ഇത് ടേം നമ്പർ ആണ്. ഒന്നാമത്തെ ഈ സീക്വൻസിൽ ഒന്നാമത്തെ ടൈം 1, രണ്ടാമത്തെ ടൈം 2, മൂന്നാമത്തെ ടൈം 3, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. രണ്ടാമത്തെ ടൈം ആവുമ്പോൾ നമ്മൾ പെരിമീറ്ററിന്റെ സീക്വൻസ് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ലെങ്ത് 1 ആയിട്ടുള്ള സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 4 ഇൻറ്റു 1 ദാറ്റ് ഈസ് 4 ആയിരിക്കും. 8 12 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അടുത്തത് നമ്മൾ പെരിമീറ്റർ എഴുതി, ഏരിയ എഴുതി. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡയഗണൽ ആണ്. ഡയഗണൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പഴയ ചാപ്റ്ററുകളിൽ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ടാവും. ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ ആണ് a√2. a√2 എന്നുള്ളത്, a എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു √2 ആണ്. നമ്മൾക്ക് ഡയഗണൽ കാണാം. ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയറിന്റെ ഡയഗണൽ. ഇതാണ് ഡയഗണൽ. ഇത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇൻറ്റു √2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു √2. രണ്ടാമത്തെ ടൈം എത്രയായിരിക്കും? 2 ആണ് ഇതിന്റെ സൈഡ്. 2 ഇൻറ്റു √2 2√2. തേർഡ് ടൈം 3√2 4√2. ഇങ്ങനെ നമ്മൾ ഡയഗണലിന്റെ സീരീസ് അല്ലെങ്കിൽ സീക്വൻസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ പറയുന്നത് സെയിം സ്ക്വയേഴ്സിന്റെ മെഷർമെന്റ്സ് വെച്ചിട്ടുള്ള പാറ്റേൺ തന്നെ, സീക്വൻസ് തന്നെയാണ്. പക്ഷെ അതിൽ നമുക്ക് സൈഡിന്റെ ലെങ്ത്തിലാണ് ഒരു ചെറിയ വ്യത്യാസം പറയുന്നത്. ആദ്യം നമുക്ക് വരുന്നത് 1 സെന്റിമീറ്റർ ആണ് ഒരു സ്ക്വയറിന്റെ സൈഡ് വരുന്നത്. രണ്ടാമത്തത് ഹാഫ് ആണ് അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1.5 സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് വരുന്നത്. മൂന്നാമത്തെ സ്ക്വയർ ആകുമ്പോൾ ഇതിന്റെ കൂടെ അഗെയിൻ 1/2 സെന്റിമീറ്റർ ആഡ് ചെയ്യുന്നു. അപ്പോൾ 2 സെന്റിമീറ്റർ നമുക്ക് ഇതിന്റെ ഒരു സൈഡ് കിട്ടി. ഇനി അടുത്ത സ്ക്വയറിന്റെ സൈഡ് എത്രയായിരിക്കും? 2.5 2.5 സെന്റിമീറ്റർ ആണ്. ഇനി അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ടേംസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ടേം 1 2 3 നേരത്തെ പോലെ നമ്മൾ സെയിം എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ടേം ലെങ്ത് വൈസ് നോക്കുമ്പോൾ ഇതിന്റെ ലെങ്ത്തുകൾ വെച്ചിട്ട് നമ്മളൊരു സീക്വൻസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഫസ്റ്റ് ടൈം 1, കാരണം ഇതിന്റെ ഒരു സൈഡ് 1 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് 1.5 1.5 സെന്റിമീറ്റർ ആണ്, ദെൻ 2 സെന്റിമീറ്റർ 2.5 സെന്റിമീറ്റർ, ദെൻ ഇറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സീക്വൻസ് കിട്ടി. ഇനി രണ്ടാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് പെരിമീറ്ററുകളുടെ സീക്വൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടുന്നു. അപ്പോൾ സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം 4 ഇൻറ്റു സൈഡ്. സൈഡ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്, 4 ഇൻറ്റു 1 4 ഇൻറ്റു സൈഡ് 480. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാണ്? 1.5 1.5 സെന്റിമീറ്റർ. ഈ 1.5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാണ്? 4 ഇൻറ്റു സൈഡ് ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ അതിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 4 ഇൻറ്റു 1.5. 1.5 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ മിശ്ര ഭിന്നമാണ്. നമ്മൾ അതിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. Then 4 into 1 into 2 2 2 plus 1 3 3/2. ഇനി നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 3 നമുക്കറിയാം 12 12/2 6. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടൈം നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 6. ഇനി മൂന്നാമത്തെ ടൈം നമുക്ക് ഇവിടെ 2 തന്നെയാണ്, 2 ആണ് നമ്മുടെ ലെങ്ത് വന്നിരിക്കുന്നത്. 2 into 4 2 into 4 8. Then next 2.5 into 4 ഇതേപോലെ തന്നെ ചെയ്യാം. 4 into side, ഇവിടെ നമുക്ക് 1 എന്നുള്ളടുത്ത് 2 ആക്കി കൊടുത്താൽ മതി. then നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 4 2 into 2 4 4 plus 1 5 5/2. 4 into 5 എത്രയാ? 20 20/2 10. അപ്പോൾ നമ്മൾക്ക് എത്രയാണ്? നാലാമത്തെ ടേം കിട്ടിയിട്ടുണ്ട്. എത്രയാണ് നമ്മുടെ പെരിമീറ്റർ? 10. ഇനി നമ്മുടെ ഏരിയ ആണ് കാണേണ്ടത്. ഏരിയ കാണാൻ ഇക്വേഷൻ നമുക്കറിയാം സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ, എ സ്ക്വയർ എന്നാണ് നമ്മൾ പറയുന്നത്. എ സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്. 1 into 1 ഏരിയ കാണാനായിട്ട് 1 into 1 1 തന്നെ കിട്ടും. 1.5 into 1.5 എത്രയാണ് വരുന്നത്? ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് സൈഡ് ഇൻറ്റു സൈഡ്. 1/2 1 and 1/2 into 1 and 1/2. ഇത് നമ്മൾ എന്താക്കി മാറ്റണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. 1 into 2 2 plus 1 3 3/2 into 3/2 മൾട്ടിപ്ലൈ ചെയ്തോളൂ. 9/4. 9/4 എന്നുള്ളത് നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, നമ്മൾ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റാം? അറിയാലോ അല്ലെ ചെയ്യാനായിട്ട്. 9 divided by 4 എത്രയാണ്? 2 8 1. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2 and 1/4. 2 and 1/4 ആണ് നമ്മുടെ നെക്സ്റ്റ് ടേം, അതായത് ഏരിയയുടെ സീക്വൻസിൽ നമുക്ക് വരുന്ന രണ്ടാമത്തെ ടേം. 2 and 1/4. ഇനി അതുപോലെ എത്ര അടുത്ത ടൈം എന്താണ്? മൂന്നാമത്തെ ടൈം സൈഡ് എത്രയാണ്? 2 സെന്റിമീറ്റർ. 2 into 2 സൈഡ് ഇൻറ്റു സൈഡ് 2 into 2 ആണ് നമുക്ക് വരുന്നത് 4. അതുപോലെ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാം. ദെൻ ഡയഗണൽസിന്റെ സീക്വൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം സൈഡ് ഇൻറ്റു √2 ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. 1 into √2. Then next side എത്രയാണ്? 1 and 1/2. Then 1 and 1/2 into √2. അതിന്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. സൈഡ് ഇൻറ്റു √2 ആണ് നമ്മുടെ ഇക്വേഷൻ. സൈഡ് എന്ന് പറയുന്നത് നമുക്ക് 1 and 1/2 ആണ് ഇൻറ്റു √2. 1 into 2 2 plus 1 3 3/2 into √2. അപ്പോൾ 3/2 √2 ആണ് നമ്മുടെ സെക്കൻഡ് ടേം. അടുത്ത ടേം മൂന്നാമത്തെ ടേം വരുന്നത് 2 into √2. 2 √2. നെക്സ്റ്റ് ടേംസ് കണ്ടുപിടിക്കുക.
അപ്പോൾ ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്ക് കാൽക്കുലേഷൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റിലെ എക്സസൈസിലേക്ക് പോകാം.